തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തിക്കഴിഞ്ഞു. ഞാനിപ്പോൾ തറപ്പിച്ചു പറയുന്നു, ഇക്കുറി ഭരണം വലതു മുന്നണിക്ക് ലഭിക്കും. കാരണം മറ്റൊന്നുമല്ല, രണ്ട് പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ പിണറായി സർക്കാരിന് തുടരാനുള്ള മാൻഡേറ്റ് കേരളത്തിൽ ലഭിക്കുന്നതിന്. ഇക്കുറി ആ സാഹചര്യങ്ങൾ നിലവിലില്ല എന്നതുകൊണ്ട് തന്നെ കേരളം പരമ്പരാഗതമായി ചിന്തിച്ചിരുന്നത് പോലെ ഇക്കുറി വോട്ട് UDF കൊടുക്കാം എന്ന് തീരുമാനിക്കും എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണ എന്തുകൊണ്ടൊക്കെയാണ് പിണറായി സർക്കാരിന് തുടർ ഭരണം ലഭിച്ചത്? അതിനു മുമ്പ് VS അച്യുതാനന്ദൻ്റെ സർക്കാരിന് എന്തുകൊണ്ട് തുടർ ഭരണം ലഭിച്ചില്ല? അല്ലെങ്കിൽ പോട്ടെ, ഉമ്മൻചാണ്ടി സർക്കാരിന് എന്തുകൊണ്ട് തുടർ ഭരണം ലഭിച്ചില്ല? സോളാർ വിവാദവും അതുപോലെ നിരവധി വിവാദങ്ങളും പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് ചേരിതിരിവും വഴക്കും വക്കാണവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഭരണം സദ്ഭരണമായിരുന്നുവെന്ന് ഏറെക്കുറെ വിലയിരുത്തപ്പെട്ടിരുന്നു. സോളാർ വിവാദമൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി കുറേയധികം കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു. അതിവേഗം ബഹുദൂരം എന്നതായിരുന്നു ക്യാപ്ഷൻ തന്നെ. എങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിന് തുടർ ഭരണം ലഭിച്ചില്ല. 2016 ആകുമ്പോഴേക്കും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളം നേരിട്ട പ്രകൃതി ദുരന്തങ്ങൾ, ഓഖി, അതുപോലെ തന്നെ മറ്റ് 2 പ്രളയങ്ങൾ, 2018-ലെയും 2019-ലെയും പ്രളയങ്ങൾ, ഇതുകൂടാതെ തന്നെ ഉണ്ടായ ആരോഗ്യരംഗത്തുണ്ടായ വമ്പൻ തിരിച്ചടികൾ, 1 നിപ്പ, 2 കോവിഡ്, ഇങ്ങനെ 3-4 പ്രകൃതി ദുരന്തങ്ങളും 2-3 ആരോഗ്യ പ്രശ്നങ്ങളും, അതായത് കോവിഡ് പോലെയുള്ള മഹാമാരിയുമൊക്കെ കേരളത്തെ ബാധിച്ചപ്പോൾ സർവമാന സ്ഥാപനങ്ങളും കടകളുമൊക്കെ അടഞ്ഞ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തെ ഒത്തൊരുമയോടെ നിർത്താനും നെഞ്ചോട് ചേർത്ത് നിർത്താനും പിണറായി സർക്കാരിന് കഴിഞ്ഞു എന്നൊരു പ്രതീതി ലോകമെങ്ങും തന്നെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. നമുക്കറിയാം, KK ശൈലജയൊക്കെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ആരോഗ്യമന്ത്രിയായിരുന്നു. ആ ഒരു കാരണം കൊണ്ടും മാത്രമാണ് പിണറായി സർക്കാരിന് തുടർഭരണത്തിനുള്ള മാൻഡേറ്റ് ലഭിച്ചത് എന്ന് പച്ചയായ യാഥാർത്ഥ്യമാണ്. ആ അവസരത്തിൽ ആണ് UDF പിന്നാക്കം പോയത്. അക്കുറിയും UDF ലഭിച്ച പാർലമെൻറ്റ് സീറ്റുകൾ നോക്കൂ. UDF പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ മേൽക്കൈ നഷ്ടപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ, അതായത് 2016 ശേഷം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് നേരിയ പരാജയമല്ല, കൊടും പരാജയം എന്ന് തന്നെ നിങ്ങൾ വിലയിരുത്തിക്കൊള്ളൂ. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. ഇക്കുറി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? പിണറായി സർക്കാരിന് ജനവിധി എതിരാണ് എന്ന് തെളിയിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഒന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തന്നെ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതുപോലെയുള്ള നേട്ടമൊന്നും അല്ലെങ്കിൽ സീറ്റ് ഒന്നും തന്നെ ഇടതുമുന്നണിക്ക് ലഭിച്ചില്ല. അപ്പോഴും പാർട്ടി നേതാക്കൾ എന്തു പറഞ്ഞു? പാർട്ടിക്കെതിരെ ജനവികാരം ഇല്ല, അല്ലെങ്കിൽ സർക്കാരിനെതിരെ ജനവികാരം ഇല്ല, ഇത് സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തല്ല എന്ന് പറഞ്ഞു. തുടർന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ വന്നു. ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? ഒപ്പത്തിനൊപ്പം UDF മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇക്കുറി ഭരണം UDF പോകും, വലത്തോട്ട് കേരളം ചായും എന്ന് തന്നെയാണ്. വലത്തോട്ട് കേരളം ചായും എന്ന് പറയുന്നതിന് മറ്റ് സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. 2, അഴിമതി ഭരണം, പിൻവാതിൽ നിയമനം. 3, വിലക്കയറ്റം. 4, പോലീസിൻ്റെ കെടുകാര്യസ്ഥത, ഗുണ്ടാഭരണം, സംഭവങ്ങളുടെ പരമ്പര. ഇങ്ങനെയൊക്കെ എടുത്ത് വച്ചിട്ടാകുമല്ലോ നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആലോചിക്കുന്നത്, പിണറായി സർക്കാർ നൽകിയ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ പിണറായി സർക്കാർ ഊറ്റം കൊള്ളുന്നത് പോലെയുള്ള ആ ഊറ്റം കൊള്ളലിലൊന്നും ആയിരിക്കില്ല ജനങ്ങൾ വോട്ട് ചാർത്തുന്നത്. സർക്കാരിനെതിരെയുള്ള പ്രചരണങ്ങൾ എന്തൊക്കെയാണ്, സർക്കാരിന് എന്തൊക്കെ വീഴ്ചകൾ പറ്റിയെന്നതാണ്. അതുമാത്രമല്ല, CPM നേതാക്കൾ മാത്രമല്ല, CPM-ലെ ലോക്കൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുകളിലോട്ടുള്ളയും താഴോട്ടുള്ള ആളുകളുടെ മസിൽ പിടുത്തം ഒക്കെ തന്നെ. വികസനം എന്ന് പറയുന്നത് ചേരിവൽക്കരണത്തിൻ്റെ മറ്റൊരു ഭാഗമായി മാറുന്ന കാഴ്ചയും കേരളത്തിൽ അതിവിദൂരമല്ല. കേരളത്തിൽ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ബദൽ മാർഗങ്ങളാണ് UDF പ്രകടന പത്രികയിൽ വരാൻ പോകുന്നത്.
UDFിൻ്റെ റിസർച്ച് പുതുയുഗ യാത്രയിലൂടെ വി ഡി സതീശൻ പ്രഖ്യാപിച്ച കുറേയധികം കാര്യങ്ങൾ, വി ഡി സതീശൻ അതിനുവേണ്ടി തയ്യാറാക്കിയ കുറേയധികം പദ്ധതികൾ, ഡോക്ടർ SS ലാലിൻ്റെ ആരോഗ്യ പദ്ധതി, അതുപോലെ തന്നെ അച്യുത് ശങ്കറിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ വിചക്ഷണ സമിതിയുടെ റിപ്പോർട്ട്, ഇതൊക്കെ വച്ച് പരിശോധിക്കുകയാണെങ്കിൽ കേരളം കുറെ കൂടി ബെറ്റർ ആകണമെങ്കിൽ, എല്ലാ തലങ്ങളിലും വികസനത്തിൻ്റെ അനുരണനം എത്തണമെങ്കിൽ, എല്ലാ തലത്തിലുമുള്ള ജനങ്ങളെ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗഭാക്കാക്കുന്നതിൽ UDF ആണ് ഏറ്റവും മെച്ചം എന്ന ഒരു സ്ഥിതിയിലേക്ക്, എന്നൊരു വിലയിരുത്തലിലേക്ക് കേരളം പോകും എന്ന് തന്നെയാണ് ഈ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. 140-ൽ 92-41 എന്ന തരത്തിലാണ് UDFിൻ്റെയും അതുപോലെ തന്നെ LDFിൻ്റെയും ഫൈറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ നിന്ന് ബഹുദൂരം മുന്നിൽ പോകും UDF എന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിലുള്ള 41 അതേപടി UDF നിലനിർത്തുകയും ഒപ്പം ഒരു 30 സീറ്റുകൾ കൂടി പിടിച്ചെടുക്കുവാനുള്ള എല്ലാ ശക്തിയും അവർ ആർജിച്ചു കഴിഞ്ഞു. പകരം മറ്റ് ഇടതുമുന്നണിയിലാണെങ്കിലോ പടലപ്പിണക്കങ്ങൾ, ജി സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്, ജി സുധാകരൻ മാത്രമല്ല KK ശൈലജയെ മണ്ഡലം മാറ്റിയതുൾപ്പെടെയുള്ള ചർച്ചകൾ, ഇതൊക്കെ പാർട്ടിയുടെ ഏകാധിപത്യ മനോഭാവം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. പാർട്ടിയിലെ ആളുകൾ തന്നെ പറയുന്നു, ഈ സർക്കാർ ഇങ്ങനെ തുടർന്നാൽ ഒരു പക്ഷേയെങ്കിൽ CPM തന്നെ കുറ്റിയേറ്റു പോകും എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, മുമ്പ് ഇടതുമുന്നണി സർക്കാരിന് തുടർഭരണത്തിന് സാധ്യത തെളിച്ച 2 വസ്തുതകളിൽ ഒന്ന് പ്രകൃതി ദുരന്തങ്ങളും ആരോഗ്യ മേഖലയിലുണ്ടായ പ്രശ്നങ്ങളും, നിപ്പയും കോവിഡും. മറ്റൊന്ന് ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളോ പാർട്ടിയിൽ ഏകാധിപത്യ മനോഭാവമുണ്ടെന്നുള്ള ചിന്തയോ പ്രവർത്തകർക്കും അണികൾക്കും അതുപോലെ തന്നെ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കും ഉണ്ടായിരുന്നില്ല. ഈ 2 സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് പിണറായി സർക്കാർ തുടർഭരണത്തിൽ വന്നത്. ഇനി ഒരു 3ാമത് ഭരണം കിട്ടാൻ പോകുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളോ അതുപോലെ തന്നെ മറ്റ് ദുരന്തങ്ങളോ അല്ലെങ്കിൽ നാട്ടുകാരെയൊക്കെ നെഞ്ചോട് ചേർത്ത് നിർത്തി കരുതലിൻ്റെ ക്യാപ്റ്റനായി എന്ന പിണറായിക്ക് വാതോരാതെ വാചകമടിക്കാൻ പറ്റുകയില്ല. അത്തരത്തിനും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. വയനാട് ചൂരൽമലയിലെ ദുരന്തത്തിന് ശേഷം അവിടെ സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുത്തെങ്കിലും ആ വീടുകളിൽ കയറി താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളതെന്ന പ്രചരണം ശക്തമാണ്. അതുമാത്രമല്ല, ഇത്രയും വൈകിയത് എന്തുകൊണ്ട് എന്ന ചോദ്യവും അവശേഷിക്കുന്നു. കേന്ദ്രം തന്നോന്നോ തരാതിരുന്നു എന്ന വാദങ്ങൾ ഉയർത്തിയാൽ പോലും തന്നെ പിണറായി സർക്കാരിന് വയനാട് ദുരന്തത്തിൽ പോലും കുറേയധികം വീഴ്ചകൾ സംഭവിച്ചുവെന്ന് വയനാട് ജനത തന്നെ തിരിച്ചറിയുന്നുണ്ട്. അവിടുത്തെ വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കാണുന്നുമുണ്ട്. ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ പരമ്പരാഗതമായ മനസ്സനുസരിച്ച് ഇക്കുറി ആളുകൾ ക്ലീൻ വിജയം, അതെ ക്ലീൻ സ്വൈപ്പ് എന്നൊക്കെ പറയില്ലേ, വളരെ മെച്ചപ്പെട്ട നിലയിൽ UDF തിരിച്ചു വരും. ഒന്ന്, UDFിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന എല്ലാ സീറ്റിലും ജയിക്കാനുള്ള സാധ്യത അവർ മുന്നിൽ കാണുന്നുണ്ട്. കോൺഗ്രസ് അതുപോലെ തന്നെ നില മെച്ചപ്പെടുത്തും. അതുപോലെ ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ചത് മാത്രമാണ്. ആ പ്രശ്നങ്ങളൊന്നും തന്നെ UDF മുന്നണിയെ പ്രതികൂലമായി ബാധിക്കുകയില്ല. ഇത് കനകോലുവിൻ്റെ രാഷ്ട്ര തന്ത്രജ്ഞതയൊന്നും ഈ വിശകലനത്തിന് ആവശ്യം വരുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ജനിച്ചു വളർന്ന ഏതൊരു മനുഷ്യനും അറിയാം, മാറി മാറി ഭരിക്കും. ഇവിടെ ഇനി BJPയുടെ സാധ്യത കൂടി നമ്മൾ പരിശോധിക്കണം. BJP എത്രയിടത്ത് ജയിക്കും? BJP പറയുന്നത് 30 സീറ്റ് ലക്ഷ്യം, 15 ഇടത്തെങ്കിലും ജയിക്കും, ഒരു തൂക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ തൂക്ക് ഭരണമാകും വരിക എന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർജിയൊക്കെ സ്വപ്നം കാണുന്നത്. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഒരു പക്ഷേയെങ്കിൽ നേമത്തോ മഞ്ചേശ്വരത്തോ ഇക്കുറി BJPക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. നേമത്തൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് BJP ഇറക്കി പ്രചരണം നടത്തുന്നത് എന്നൊക്കെ ഇതിനകം തന്നെ വാർത്തകളിൽ വന്നു കഴിഞ്ഞു. ഈ നിലവിലെ സാഹചര്യം വെച്ചാണ് ഞാൻ പറയുന്നത്, ഭരണം UDFിനായിരിക്കും. പരമ്പരാഗതമായ കേരളത്തിൻ്റെ മനസ്സ് തന്നെയാകും ഇക്കുറി ഉണർന്ന് പ്രവർത്തിക്കുക. അതിന് രാഷ്ട്രീയ വിശാരദന്മാരുടെ വിശകലനങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. നിങ്ങൾ പോലും ഓർത്തു വയ്ക്കുക, മലയാളം എക്സ്പ്രസ് ഇതാ പറയുന്നു, കേരളത്തിൽ ഭരണം ഇടതുമുന്നണിയിൽ നിന്ന് മാറി UDFിനൊപ്പമായിരിക്കും. അതിനകത്ത് മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല.